ഇന്നത്തെ നമ്മുടെ തള്ളുവണ്ടിയുടെ എപ്പിസോഡ് നിൽക്കുന്ന അപ്സര തിയേറ്ററിൻ്റെ മുമ്പിലാണ്. ഇന്ന് ബാഹുബലിയുടെ റിലീസാണ്. അപ്പോൾ ഫസ്റ്റ് ഷോയ്ക്കുള്ള ആൾക്കാർ കയറിയിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ ഇവിടെ നിറച്ച് രണ്ടാമത്തെ ഷോയ്ക്കുള്ള ആൾക്കാർ ക്രൗഡൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വർഷത്തെ കാത്തിരിപ്പ്, സസ്പെൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ അന്വേഷിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ റിവ്യൂ ആയിട്ട് ഞാൻ എന്തായാലും വരും. അപ്പോൾ നമുക്ക് എന്തായാലും അവരോടും ചോദിക്കാം. അപ്പോൾ ഒരു വർഷത്തിന് മേലെയായി ഇപ്പോൾ ഈ ഒരു ഫിലിമിന് വേണ്ടിയിട്ടും അതിലെ സസ്പെൻസിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കട്ടപ്പേനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രൗഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം പ്രതീക്ഷയിലാണ്. അതുപോലെ തന്നെയാണ് ഞാനും വന്നിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവരോട് തന്നെ ചോദിക്കാം ആ ഒരു എക്സ്പെക്ടേഷനെ കുറിച്ച്. ഹായ്. അപ്പോൾ ഇന്ന് ബാഹുബലി റിലീസിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കാണാനായിട്ട്. അപ്പോൾ എപ്പോൾ എത്തി? രാവിലെ ഇവിടെ 8 മണിക്ക് എത്തി. ഇപ്പോൾ ഈ 1 ഇയർ ആയിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കാണാനുള്ള എന്താണ് ആ ഒരു സസ്പെൻസ് എന്ന് അറിയാനായിട്ട്. ഓക്കെ, കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു എന്നുള്ള ഒരു സംഭവം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫിലിം നെക്സ്റ്റ് അടുത്ത ഷോയ്ക്ക് കയറാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത് അല്ലേ? ഓക്കെ. ഇവിടെ എന്തെങ്കിലും പ്രതീക്ഷ? എല്ലാവരും രാവിലെ തന്നെ വന്ന് ഇവിടെ തമ്പടിച്ചിരിക്കണം. അപ്പോൾ ടിക്കറ്റൊക്കെ ഓടി നടന്നിട്ടാണോ നിങ്ങൾ ടിക്കറ്റൊക്കെ തപ്പിപ്പിടിച്ച് കിട്ടിയതൊക്കെ? ആഹാ. അപ്പോൾ എന്നാൽ ഇത് കണ്ടിട്ടേ പോകുന്നു എന്നുള്ള സംഭവം. അപ്പോൾ അത്രയും കട്ട വെയിറ്റിംഗ് ആണ് നിങ്ങൾ. അപ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? പടം വളരെ നന്നാവുന്ന തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം വെച്ചാൽ ആദ്യത്തെ പടം തന്നെ വളരെ നല്ല പടമാണ്. അപ്പോൾ രണ്ടാമത്തെ അതിനേക്കാളും ഒന്നും കൂടെ മെച്ചത്തിലാവുന്നതാണ് തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കൊന്നുള്ള സത്യം അറിഞ്ഞിട്ടേ പോകും. ചേട്ടാ, ഫിലിം കാണാൻ നിൽക്കുകയല്ലേ? എന്താണ് ഫിലിമിനെ കുറിച്ച് ഒരു പ്രതീക്ഷ? നല്ലൊരു ഫൈറ്റ് ഉണ്ടാവും. ഒരു വർഷം കാത്തിരുന്നതിനുള്ള എന്തായാലും സസ്പെൻസ് ഉണ്ടാവും. ഫസ്റ്റത്തെ കഥ, ഓന്റെ കഥ അറിയാനാണ് മെയിനായിട്ട് നമ്മൾ കാണാവുന്നത്. ഫിലിം കാണാൻ കയറാൻ നിൽക്കുകയാണ്. എന്താണ് ഫിലിമിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ? നല്ലൊരു പടമായിരിക്കും. ബാക്കി ഫസ്റ്റ് പോലെ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് നല്ലൊരു രീതിയിലേക്ക്. ഓക്കെ, ഇവിടെ നീണ്ട ക്യൂ ആണ് ഫിലിം കാണാനായിട്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം. ഹലോ, എങ്ങനെയുണ്ട്? ഫിലിം കാണാൻ പോവല്ലേ? അപ്പോൾ എന്താണ് ഒരു ഫീലിംഗ്? എക്സൈറ്റഡ് എന്തിനാണ് കട്ടപ്പ കൊന്നത്? എക്സൈറ്റ്മെന്റ് അറിഞ്ഞിട്ട് വരുമോ? ഓക്കെ. എങ്ങനെയുണ്ട് എക്സൈറ്റ്മെന്റ് ഒക്കെ? നല്ല എക്സൈറ്റ്മെന്റ് ആണ്. ഒരു കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം നല്ല പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ വരുന്നത്. വളരെ ഒരു വർഷം കാത്തിരുന്നിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഹലോ, ഫിലിം കാണാൻ പോവാണ്. എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് ഷോ കഴിയാനായിട്ടുണ്ട്. ഞാനിവിടെ പുറത്തേക്കിൻ്റെ ഉള്ളിൽ ആ മറ്റേ ബീജമൊക്കെ കേട്ടിട്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും നമ്മൾ ഒരു വർഷം എന്ന് പറയാം, ഒരു വർഷത്തിന് മേലായി തോന്നുന്നു കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. അപ്പോൾ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് നിന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു ഇതിലാണ്. എന്തായാലും അവരിങ്ങോട്ട് ഇറങ്ങി വരുന്നത് നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് എങ്ങനെയാണെന്നുള്ള. എല്ലാവരും ഒരു നെടുവീർപ്പിലൂടെ ആയിരിക്കും ശരിക്കും ഇറങ്ങി വരാൻ പോകും. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി തന്നെ വെയിറ്റ് ചെയ്തിരുന്നിട്ടുള്ള ബാഹുബലിയുടെ റിലീസായിരുന്നു ഇന്ന്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഉള്ളിലൊരു മ്യൂസിക്, അവരുടെ ഒരു കയ്യടി ബഹളമൊക്കെ കേട്ടിട്ട് എനിക്കിവിടെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും സിനിമ പൊളിച്ചിട്ടുണ്ട് എന്നാണ് ആ ഒരു റിയാക്ഷൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് ഇങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവം എന്നുള്ള കാര്യം. ഇതേ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കാം എന്താണ് അവരുടെ ഫീലിങ്ങുള്ള കാര്യം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം? ഇത്രയും നാളെ കാത്തിരുന്നൊരു സസ്പെൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? കണ്ടുപിടിച്ചു വലിയൊരു സത്യമായിട്ടാണ്. ഇനിയിപ്പോൾ നമുക്കൊക്കെ ഒരു വില ഉണ്ടാവും ഉള്ള പോലെ തന്നെ. എന്താണ് സസ്പെൻസ് അറിയാനുള്ള. എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം? രാജമൗലി ശരിക്കും ഒരു പൊളിച്ചിട്ടുണ്ട് സസ്പെൻസ് ഒക്കെ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ബാഹുബലി എങ്ങനെയുണ്ട് ചേച്ചി? അടിപൊളിയാണ്. ഫിലിം എങ്ങനെയുണ്ട്? എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. ചേട്ടാ, ഫിലിം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഓക്കെ, ഫിലിം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. അപ്പോൾ കണ്ടല്ലോ അവരുടെ ഒരു പ്രതീക്ഷ. ഞാനിപ്പോൾ അതുപോലെ കട്ട വീട്ടിലാണ് ഫിലിം കാണാനായിട്ട്. നമുക്ക് ഇത്രയും ഒരു ഓളം കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരുടെയും നമുക്കൊരു വലിയൊരു സത്യം അറിഞ്ഞതിൻ്റെ ആ ഒരു ഫിലിം കാണാനുണ്ട്. ഫിലിം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഫിലിം? അടിപൊളി. പടം പൊളിച്ച് തകർത്ത്. സൂപ്പറായിരുന്നു പടം. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ഈ ഒരു മറുപടി തന്നെ ഉണ്ട്.
എന്താണ് ഈ ഒരു ഫിലിമിൻ്റെ റിയാക്ഷൻ എന്നുള്ള കാര്യം. അപ്പോൾ കണ്ടല്ലോ ഇവിടെ നിറച്ച ആളുകളൊക്കെ ഉണ്ട്, അവർക്ക് ആ ഒരു സന്തോഷത്തിലാണുള്ളത്. എങ്ങനെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷ, ഉള്ളിലേക്ക് കയറിയ പ്രതീക്ഷകളെക്കാളും ചിലപ്പോൾ വലിയ പ്രതീക്ഷയായിരിക്കും തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടാകും. അടുത്ത ഫിലിമിൽ കയറാൻ വേണ്ടിയിട്ട് ഇരച്ചാത്ത ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മുഖത്തുള്ളൊരു പ്രസൻസ് കൂടെ ആകുമ്പോഴത്തേനും അവരുടെ ഒരു കയറാനുള്ള ഒരു എന്താ പറയുക, ഒരു ശുഷ്കാന്തിയൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി അടുത്ത ഫിലിം കാണുന്നില്ല, ഇവരുടെയൊക്കെ ഒരു ഫേസൊക്കെ കണ്ടിട്ട് എനിക്ക് ഇപ്പോൾ കയറുന്നുണ്ട്. പക്ഷേ അടുത്ത ഷോയ്ക്ക് ഞാൻ കയറാൻ പോകുന്നത് കണ്ടതിന് ശേഷം ഒരു അടിപൊളി റിവ്യൂ ആയിട്ട് വരും. കണ്ടപ്പോൾ എങ്ങനെയാണ് ബാഹുബലിയെ കൊണ്ടുവന്ന് ബാഹുബലി ദ കൺക്ലൂഷൻ്റെ തിയേറ്റർ റിയാക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ കണ്ടല്ലോ, ഒരുപാട് പേരോട് ചോദിച്ചപ്പോൾ കേൾക്കണ്ടല്ലോ, ഞാൻ തന്നെ പറയണമെന്നില്ല, അവിടെ കേൾക്കണ്ടല്ലോ ആരോപണങ്ങളൊക്കെ. അപ്പോൾ ഈ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങി വന്നവരുടെ ആ മുഖത്തുള്ള ഒരു എന്താ സംഭവം, ഒരു വലിയ സത്യം അറിഞ്ഞ ഒരു ഫീലിങ്ങും, പിന്നെ എല്ലാവരോടും ചോദിച്ചപ്പോൾ വളരെ നല്ല അഭിപ്രായമാണ് ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത്. ആരൊക്കെ പറയണ്ടായിരുന്നു ഒന്നും പറയില്ല എന്നുള്ള, കാരണം അവരും ആഗ്രഹിക്കുന്നുണ്ട് ഇത് അങ്ങനെ അറിയേണ്ട ഒരു സസ്പെൻസ് ആണെന്നുള്ള കാര്യം. അപ്പോൾ തിയേറ്റർ റിയാക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ ഫിലിമിനെ കുറിച്ച് കൂടുതൽ ഇപ്പോൾ ഞാൻ കണ്ടത് എങ്ങനെയെന്ന് പറയാനുണ്ടെങ്കിൽ ഞാൻ ഫിലിം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫിലിം കണ്ടതിന് ശേഷം റിവ്യൂ ആയിട്ട് ഞാൻ ഒരു അടിപൊളി